ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടിന്നിൽ വരുന്ന ട്യൂണ ഫിഷ്. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ഒരു ഐറ്റം കുക്ക് ചെയ്യാതെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് സാലഡായിട്ടും കഴിക്കുന്നവരുണ്ട്. ഈ ഒരു ട്യൂണ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ഓയിലിൽ സോക്ക് ചെയ്തിട്ടുള്ളതും വാട്ടറിൽ സോക്ക് ചെയ്തിട്ടുള്ളതും. വാട്ടറിൽ സോക്ക് ചെയ്തതാണ് കുറച്ചും കൂടി ടേസ്റ്റി എന്നതാണ് എൻ്റെ ഒരു ഇത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിച്ചപ്പ്, പുതിന. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലിൽ സോക്ക് ചെയ്തിട്ടുള്ള ട്യൂണയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിൽ യൂസ് ചെയ്താലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫാനായി മാറും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നന്നായി മൂത്ത് വരുന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടാൻ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ആവശ്യമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ ട്യൂണ ഫിഷ് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഓയിലിൽ സോക്ക് ചെയ്തിട്ടാണ് വരുന്നത്. വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ട്യൂണ ഫിഷും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് വെക്കുന്നുണ്ട്. നല്ല ജീരകം പൊടിച്ചതില്ലെങ്കിൽ കടുക് വറവിടുന്ന സമയത്ത് നമുക്കത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ഓപ്ഷണലാണ്. ഇനി ഇത് നമുക്ക് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇടാൻ മറന്നു പോയതായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് കുക്കാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പതിവ് പോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി എങ്ങാനും മറന്നു പോയവരോ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ
ഓളെന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പിന്നീടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഈ ഒരു സമയം ട്യൂണ ഫിഷിലുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ട്യൂണ ഫിഷിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ട്യൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടിന്ന് ട്യൂണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ട്യൂണയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുത്താലും മതി. വെള്ളം ഒഴിവാക്കിയിട്ട് ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ട്യൂണയിലേക്ക് മസാല പിടിക്കുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ട്യൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു മെമ്പേഴ്സിൻ്റെ മുന്നിലോ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരമാണിത്. നിങ്ങൾ മിസ് ചെയ്യാതെ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ട്യൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങാനും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.